അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഒരുപാട് വർഷമായി സന്താനഭാഗ്യം ലഭിക്കാത്തവരും 10ഉം 15ഉം 20ഉം വർഷമായിട്ട് മക്കളില്ലാതെ സന്താനഭാഗ്യമില്ലാതെ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് അറിയിച്ചു കൊടുക്കലും വളരെയധികം നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ നൽകുന്നതാണ്. നമ്മൾ ഒരുപാട് ഈ മക്കളില്ലാത്ത എല്ലാ ആളുകളും ഒരുപാട് ശ്രമിക്കുന്നവരായിരിക്കും. അത് മരുന്നുകൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഒരുപാട് ഏത് സമയവും അവരുടെ പ്രാർത്ഥന ഈ ഒരു കാര്യം മാത്രമായിരിക്കും, അവരുടെ ചിന്ത ഈ ഒരു കാര്യം മാത്രമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എത്രയും അവർ അതിന് ആത്മാർത്ഥത കാണിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ ഒരു സമയത്താണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മുടെ മഴവെള്ളം അല്ലാഹു തആലയുടെ റഹ്മത്താണ്. ആ റഹ്മത്ത് ചൊരിയുന്ന വെള്ളം നേരിട്ട് തന്നെ നമ്മൾ കിണറിലേക്ക് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നേരിട്ട് മഴവെള്ളം ശേഖരിക്കുക. അതൊരു പാത്രത്തിൽ ശേഖരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കാണിച്ചിട്ടുള്ള ഈ 4 സൂറത്തുകളും അതുപോലെ തന്നെ അതിന് താഴെ കൊടുത്തിട്ടുള്ള ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തും ഒരു ദിക്റും എല്ലാം ഓരോന്നായിട്ടും രണ്ട് ദിക്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വലാത്തും 70 തവണ ഓതിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഊതുക. അത് ഊതി നമുക്ക് 7 ദിവസം തുടർച്ചയായിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാനുള്ള വെള്ളം മാത്രമായ വെള്ളം ശേഖരിച്ചാൽ മതി. ഒരു 7 ദിവസം കുടിക്കാനുള്ള കുറഞ്ഞ് എത്രയാണോ വെള്ളം അതൊരു പാത്രത്തിൽ ശേഖരിക്കുക. അതിനുശേഷം ഈ സൂറത്തുകളും 4 സൂറത്തുകളും അതുപോലെ തന്നെ 2 ദിക്റുകളും അത് സ്വലാത്തുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ എല്ലാം 70 തവണ ഓതി ഊതുക. എല്ലാം ചെറിയ സൂറത്തുകളാണ്. ഒന്ന് സബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് പറയുന്ന സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് രണ്ടാമത്തത്, മൂന്നാമതായിട്ടുള്ളത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത്, അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തും, അതുപോലെ താഴെ കാണിച്ചിട്ടുള്ള ഈ ദിക്റും മറ്റൊരു ദിക്ർ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നുള്ളതാണ്. ഏതൊരു പ്രാർത്ഥനയുടെയും ആദ്യം നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കലിനെ തേടുന്നത് ഏറ്റവും നല്ലതാണ്. പൊറുക്കലിനെ തേടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് കൂടുതൽ ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ കാണിച്ച 2 ദിക്റും അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഒരു സ്വലാത്തും ഇതിന് ഏറ്റവും അധികം ഫലം നൽകുന്നതാണ്. എല്ലാ ദുആകൾക്കും പിറകെ സ്വലാത്ത് ചൊല്ലുന്നത് ആ ദിക്ർ ആ ദുആവിനെ ആകാശത്തേക്ക് ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന് അടുക്കൽ എത്തണമെങ്കിൽ ഒരു സ്വലാത്ത് നമ്മുടെ എല്ലാ ദുആകൾക്കും പിറകെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ദുആകൾ അള്ളാഹുവിൽ എത്തണമെന്നുണ്ടെങ്കിൽ സ്വലാത്ത് നിർബന്ധമാണ്. ഈ സുബഹി നമസ്കാര ശേഷം വെറും വയറ്റിൽ അത് എപ്പോഴാണോ വെറും വയർ അപ്പം കുടിച്ച് സുബഹി നമസ്കാര ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ച് 7 ദിവസം കൊണ്ടുപോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ലൊരു ആളുകൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് നല്ലൊരു കുഞ്ഞിനെ അല്ലാഹു തആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.